എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സൗണ്ട് കേട്ടില്ല. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ന് കുമ്പിളപ്പം ഉണ്ടാക്കുന്നതാണ്. കുമ്പിളപ്പം. അപ്പോൾ കുമ്പിളപ്പമാണ് ഇന്നത്തെ വിഷയം. ഞാൻ ഇന്നലെ പറഞ്ഞാണ് ഇന്ന് കുമ്പിളപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഇടാൻ. ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഞാൻ കുമ്പിളപ്പം കഴിച്ചിട്ടുള്ളത്. അത് വയന ഇലയിലുണ്ടാക്കുന്ന നല്ല ഒരു സ്മെല്ലാണ് വയന ഇലയ്ക്ക്. വയന ഇലയിലാണ് കുമ്പിളപ്പം ഉണ്ടാക്കുന്നത്. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ തുടർന്ന് നിങ്ങൾ വീഡിയോ കാണാനായിട്ട് വായോ, എൻ്റെ കൂടെ വായോ. കുരു കളഞ്ഞെടുത്ത ചക്ക, പിന്നെ കൂഴച്ചക്ക കുരു കളഞ്ഞ മുക്കാൽ ജാറ് ചക്ക. ഇതിങ്ങനെ അടിച്ചെടുക്കുന്ന എന്നാന്ന് വെച്ചാൽ ഇതിനെ പിഷീട് അങ്ങ് മാറ്റാം. നമുക്ക് ഇങ്ങനെ അടിച്ചെടുത്താൽ പിഷീട് മാറ്റിയെടുക്കാം. അല്ലെങ്കിൽ അടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ആ പിഷിടെടുത്ത് മാറ്റാം. ഇങ്ങനെ പിഴിഞ്ഞ് പിഷിടെടുത്ത് മാറ്റാം. ബാക്കി വേണം അതിനകത്ത് ചേർക്കാൻ, അല്ലെങ്കിൽ നൂല് വലിയും. ശർക്കര ഉരുക്കി എടുക്കണം. തിളക്കട്ടെ. അതെല്ലാം അടി പിടിച്ചിരിക്കുകയാണ്. ശർക്കര ചെറിയ സ്പൂൺ നല്ല ജീരകവും പിന്നെ ഒരു 6 ഏലക്കായി ഒരു മുറി തേങ്ങ ചെണ്ടി എടുക്കണം. പിന്നെ അരമുറി തേങ്ങ, ഒരു തേങ്ങയിൽ അരമുറി തേങ്ങ അത് ചിരണ്ടി എടുക്കണം. ഒരു മുറി തേങ്ങ, അരമുറി തേങ്ങ അങ്ങോട്ടിട്ട്. തേങ്ങ കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് അത്ര ഇട്ടത്. അരമുറി തേങ്ങ അങ്ങോട്ട് ചേർക്കും. പാത്രത്തിലോട്ട് ഇടും. പിന്നെ നമ്മുടെ ഏലക്കായും നല്ല ജീരകം, ചെറിയ ജീരകം, ചെറിയ നല്ല ജീരകവും ഏലക്കായും കൂടെ ഇട്ടു. അടുത്ത എന്താണ്? ഉപ്പിടണം. കുറച്ച് ഉപ്പിട്ടാൽ മതി. ശർക്കര ഉപ്പ് ഇട്. എടുക്കട്ടെ. സ്വല്പം ഉപ്പ് ഇത്ര ഇട്ടാൽ മതി. ഉപ്പ് ഇച്ചിരിയും കൂടി. ശർക്കരക്കകത്ത് ഉപ്പുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് ചക്ക ഇടാം. നിങ്ങൾ പിഴിഞ്ഞെടുക്കണ്ടേ? ഇല്ല, അതിനകത്ത് വല്ല ഇതുണ്ടോ നോക്കിയിരിക്കണം. നമുക്കൊന്നുമില്ല. തൽക്കാലം ഇത്രയും ചക്ക ഇടാം. ഇത്രയും ചക്ക ഇട്ടിട്ട് ബാക്കി ഇനിയിപ്പം ശർക്കര ഇടണം, ഒഴിക്കണം. നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതിനകത്തോടെ നമുക്ക് ആവശ്യമുള്ള ശർക്കര, മധുരം അനുസരിച്ചുള്ള ശർക്കര ഞാൻ ഒഴിക്കുക. അങ്ങനെ ഒഴിക്കുക. അത് ഇനി ഇടുക. ഈ ചക്കയാണ് ഇതിൻ്റെ മെയിൻ ഫ്ലേവർ അല്ലേ? നമുക്ക് ഒഴിച്ചാൽ മതി. അരിക്കണ്ടേ? അരിക്കണ്ട, നല്ല ഇതാണ്. ശർക്കര പാനി അങ്ങോട്ട് ഒഴിച്ച് ഒരു വലിയ കൊണ്ട് ശർക്കരയാണ് നമ്മൾ എടുത്തത് ഇതിനു വേണ്ടി.
അത് ശർക്കര ഇത്രയും പാനി വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ആ നമ്മൾ ഒരെണ്ണം എടുത്ത് വെച്ച്, അതിൻ്റെ ആവശ്യമില്ല, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഒരെണ്ണം എടുത്ത് വെച്ച്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പരുവമുണ്ട് അതിനല്ലേ, വെള്ളം പോലെ ആയിപ്പോകരുത്. വെള്ളം പോലെ ആയിപ്പോയാൽ ഇല നിൽക്കത്തില്ല. അതിൻ്റെ പരുവത്തിന് കുഴച്ചെടുക്കണം, അല്ലാതെ എടുത്തിട്ട് കാര്യമില്ല. അതിൻ്റെ പരുവത്തിന് കുഴച്ചെടുക്കണം. പിന്നെ ഈ റവ കൂടെ വെള്ളം കുടിച്ച് വരുമ്പോൾ ഒന്ന് വീർക്കും. കുറച്ച് നേരം വെക്കണ്ടേ? ഇച്ചിരി നേരം വെക്കണം, ഒരു 10 മിനിറ്റ് വെക്കണം. 10 മിനിറ്റ് അത് റവ കുതിരാനായിട്ട് വെക്കണം. എന്താ മധുരം ഇപ്പോൾ എൻ്റെ വെച്ച് കുറവുണ്ട്. ഇച്ചിരി മധുരം കുറവുണ്ട്. കഴിഞ്ഞ ഓക്കെ. ഇപ്പോൾ അത് ഇതാകുമ്പോൾ ശരിയാകും. ഞാൻ അങ്ങോട്ട് എടുത്തിട്ട് വേണം ഇല, എന്നിപ്പോൾ ഇല ശരിയാക്കി എടുക്കട്ടെ. ഇല വൃത്തിയാക്കി എടുക്കട്ടെ. ഇതൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോൾ ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്ന് കുതിരട്ടെ. ഓക്കെ. ഇപ്പോൾ വയലയില കഴുകി നീറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഈർക്കിരിയും കഴുകിയെടുത്തു, ആവശ്യമുള്ള ഈർക്കിരി അതിന് മുറിച്ചെടുക്കും. ഇനി ലാഗടിപ്പിക്കലേക്കില്ല, ലാഗടിപ്പിക്കില്ല. ചെയ്തോന്ന് വെച്ചാൽ ഈർക്കിലി ഇതിനകത്തോട്ട് താത്തി വെച്ച് മുറിക്കും. പോലെ ആവശ്യമുള്ള ഈർക്കിരി, പച്ച ഈർക്കിരി എന്താണെങ്കിലും മതി. ഇപ്പം ഈർക്കിരി ഉള്ളതാണ് നമ്മൾ ഈർക്കിരി എടുത്തു. അല്ല, അത് ഈർക്കിലേ കുത്താൻ പറ്റത്തുള്ളൂ, അല്ല വേറെ ഉള്ള കുത്താൻ ബുദ്ധിമുട്ടാണ്. ആ ടൂത്ത് പിക്കിൻ്റെ അതിനകത്താണെങ്കിലും കുത്തും, കുഴപ്പമൊന്നുമില്ല. ഇനി ഇലയെല്ലാം കുത്തിയെടുത്തിട്ട് കാണാം. ഇങ്ങനെ വേണം കുമ്പിൾ കുത്താൻ. എന്നിട്ട് ഈർക്കിലി കൊണ്ട് ഇങ്ങനെ കുത്തിയിടണം. കാണിക്കണം. കുമ്പിൾ കുത്തിയെടുത്തിട്ടുണ്ട്. ഇനിയാണ് അപ്പത്തിൻ്റെ പരിപാടിയിലോട്ട് പോകുന്നത്. പച്ചമ്പ് എടുക്കുക, അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. സ്റ്റീമിലാണ് വേവിക്കുന്നത്, അത് വേകാനുള്ള വെള്ളം ഈ തട്ട് വെക്കണം. തട്ട് വെച്ച് പിന്നെ മൂടാം. സെറ്റായിട്ട് അതിപ്പോൾ സെറ്റായി. നിറച്ച് അത് ഇങ്ങനെ ഉണ്ടോ, ഇത്രയും പരുവാകാവുള്ളൂ. ഈ പരുവത്തിലാകുമ്പോൾ ഈ കുമ്പിളിനകത്ത് നിൽക്കും, പോകത്തില്ല. എന്നിട്ട് ഇതിലോട്ട് ഇങ്ങനെ വെക്കും. അങ്ങനെ നിൽക്കുക. അങ്ങനെ നിർത്താം, അങ്ങനെ നിർത്താതെ
എല്ലാം ഇനി ഇങ്ങനെ അങ്ങനെ ആക്കി വെക്കണം. അത് ഏലക്കയാണ് വെച്ചിട്ടുണ്ട്. എല്ലാം കുമ്പിൾ കുത്തി വെച്ചിട്ടുണ്ട്. എല്ലാം കുമ്പിൾ കുത്തി ഇതേപോലെ വെക്കുക. വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ വേണ്ടി വരത്തില്ല, എന്നാലും അടക്കുക. നമുക്ക് അരമണിക്കൂർ എടുക്കണം. അരമണിക്കൂർ ആകുമ്പോൾ അരമണിക്കൂർ കുമ്പിളപ്പം റെഡിയാവും. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എത്ര മിനിറ്റ് വെച്ച് വേണം? സമയം 4:20 വെച്ചതാ. അപ്പോൾ 29 മിനിറ്റ് എടുക്കും. അരമണിക്കൂർ പറഞ്ഞതാണ്. എടുത്ത് തുറന്ന് വെച്ചേരും. അത് ചൂട് പോട്ടെ. ഇല്ല, അത് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഞാനും തുറന്നിരിക്കുന്നു. അപ്പോൾ കുമ്പളപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി എടുത്ത് പാത്രത്തിലോട്ട് മാറ്റണം. അത് ആ ചൂട് പോയിട്ട് എടുക്കാം. അപ്പോൾ അടച്ചു വെച്ചാൽ എങ്ങനെ ചൂട് പോകും? വെള്ളം തുറക്കാണ്ടിരിക്കും. ഓഫ് ചെയ്തു. നിങ്ങൾ കുമ്പളപ്പം ഉണ്ടാക്കിയത് കണ്ടല്ലോ. അടിപൊളി ടേസ്റ്റാണ്. കുമ്പളപ്പം ഉണ്ടാക്കിയത് കുമ്പളപ്പം അടിപൊളി. ഞാൻ ഒന്നും തിന്നു നോക്കാൻ പോകണം. ചൂടുണ്ടായി ചെറിയ ഇവിടെ ഉള്ളു. ഒയ്ക്കോ കുമ്പളപ്പം. കൂടെ ചക്ക തന്നെ മരിക്കേരി പറ്റില്ല. കൂടിച്ചക്ക വായനയല്ലേ. ആ വായനയിലയുടെ ഫ്ലേവറിലൂടെ ഇതാ പോകും. വയനയിലയുടെ ഫ്ലേവറിലൂടെ ഉണ്ട്. കൊള്ളാം. വയനയിലയുടെ ഫ്ലേവറിലൂടെ ഉണ്ട്. അടിപൊളി. നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടവർക്കെല്ലാവരും കണ്ടവരെല്ലാവരും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ ഇതേപോലെ കുമ്പളപ്പം പരിക്കച്ചക്ക കിട്ടുകയാണ്. കൂടച്ചക്ക കിട്ടുകയാണ്. നിങ്ങൾ ഇതേപോലെ കുമ്പളപ്പം ഉണ്ടാക്കണം. ഹെൽത്തിക്ക് ആരോഗ്യപരമായ നല്ല ഒരു ഐറ്റമാണ്. ഷുഗറുകാർക്ക് ഏത് അസുഖക്കാർക്കും കഴിക്കാം, ഒരു കുഴപ്പമില്ല. ടേസ്റ്റാണ്. ശർക്കര ഇട്ടിരിക്കുന്ന കാരണം കൊണ്ട് മധുരം, പിന്നെ ചക്കയുടെ മധുരമുണ്ട്, പിന്നെ കുറച്ച് ശർക്കരയോടെ ചേർക്കുമ്പോൾ മധുരം ഓക്കെ. ഇപ്പം മധുരം കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ടവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ അടുത്ത വീഡിയോയിൽ നിങ്ങൾ പങ്കാളികളാകുക. നമുക്കെല്ലാം ഒരു കുടുംബം പോലെ മുമ്പോട്ട് പോകാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം അടുത്ത വിശേഷമായിട്ട് വരുന്നതായിരിക്കും. ബൈ 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 ബൈ.